6 പതിറ്റാണ്ട് പിന്നിട്ട ഇന്ത്യൻ കോഫി ഹൗസിന്റെ പുതിയ ശാഖ കണ്ണൂർ തെക്കി ബസാറിൽ കോഓപ്പറേറ്റീവ് പ്രസിന് മുൻപിലുള്ള കെട്ടിടത്തിൽ ശനിയാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 10:30 മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘം പ്രസിഡന്റ് എൻ. ബാലകൃഷ്ണൻ അധ്യക്ഷനാകും. മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ധർമ്മശാല, കണ്ണൂർ തെക്കി ബസാർ, കണ്ണൂർ പ്ലാസ, കണ്ണൂർ ഫോർട്ട് റോഡ്, തലശ്ശേരി പഴയ സ്റ്റാൻഡ്, മഞ്ഞോടി, ഇരിട്ടി എന്നിവിടങ്ങളിലായാണ് ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തിക്കുന്നത്. 1958 ആഗസ്റ്റിൽ തുടങ്ങിയ കോഫി ഹൗസിന് കാസർഗോഡ് മുതൽ പാലക്കാട് വരെ 31 ബ്രാഞ്ചുകളും 800-ലധികം ജീവനക്കാരുമുണ്ട്. ഇന്ത്യൻ കോഫി ഹൗസ് ഓൾ ഇന്ത്യ ബേസിൽ പ്രവർത്തിക്കുന്നതാണ്. കേരളത്തിൽ 2 സൊസൈറ്റികളാണുള്ളത്. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി കാസർഗോഡ് മുതൽ പാലക്കാട് വരെയാണ് പ്രവർത്തിക്കുന്നത്. നിലവിലിപ്പോൾ നമുക്ക് 32 ബ്രാഞ്ചുകളാണുള്ളത്. പുതുതായി വീണ്ടും ഒരു ബ്രാഞ്ച് തെക്കി ബസാറിൽ ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം നമ്മൾ നോൺ വെജ് സെക്ഷനിലേക്ക് കയറി വരണം. നമ്മുടെ ഉപഭോക്താക്കൾ പറയുന്നത് തിരക്കും അതുപോലെ കയറി മേലോട്ട് വരാൻ കഴിയാത്ത പ്രയാസമുണ്ട്. അതുകൊണ്ട് സൗകര്യം എന്തായാലും നിങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് വലിയ വാടക കൊടുത്തുകൊണ്ട് ഒരു സംവിധാനം നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം 4-ാം തീയതി രാവിലെ 10:30 മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ഇ.പി. ജയരാജൻ നിർവഹിക്കും. മുഖ്യാതിഥികളായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ പി. ഇന്ദിര, അതുപോലെ ആ വാർഡ് കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള സുരേഷ് ബാബു തുടങ്ങിയ ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും അത് ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. വിപണി വില പിടിച്ചു നിർത്തി സാമൂഹ്യ സേവനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ജനകീയ സംരംഭം എന്ന നിലയിൽ പ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് സംഘം കുറഞ്ഞ ലാഭത്തിൽ പ്രവർത്തിക്കുന്നതെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് എൻ. ബാലകൃഷ്ണൻ, സെക്രട്ടറി വി. കെ. ശശിധരൻ, ഡയറക്ടർമാരായ ടി. വി. പ്രശാന്തൻ, സി. വി. അനിൽകുമാർ, എം. ഷിജിന എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.